ഹായ് ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷനാണ് ആൻറ്റിവൈറസ് എന്നുള്ളത്. മിക്ക ആളുകളും അത് പർച്ചേസ് ചെയ്യാറാണ് പതിവ്. എന്നാൽ നെറ്റിൽ നിന്നും നമുക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആൻറ്റിവൈറസുകളൊക്കെ 15-30 ദിവസം കൊണ്ട് എക്സ്പയർ ആയി പോവുകയും ചെയ്യും. പിന്നെ അത് വീണ്ടും പർച്ചേസ് ചെയ്യണം എന്ന് കാണിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ആൻറ്റിവൈറസ്, ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റിൽ നിന്നും ഫ്രീ ആയി ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുമാത്രമല്ല, അൺലിമിറ്റഡ് വാലിഡിറ്റിയോടുകൂടി ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ പേര് മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എസെൻഷ്യൽ എന്നാണ്. മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എസെൻഷ്യൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റി എസെൻഷ്യൽ എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. തുടർന്ന് ഇവിടെ ഡൗൺലോഡ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കിത് ഡൗൺലോഡായി വരും. പതിമൂന്നര MB മാത്രമേ ഈ സോഫ്റ്റ്വെയറിനുള്ളൂ. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് പൂർത്തിയായിട്ടുണ്ട്. തുടർന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ ഒരു ഐക്കൺ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപ്ഡേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. മുഴുവനായും അപ്ഡേറ്റ് ചെയ്യുന്നതുവരെ കാത്തു നിൽക്കുക. ഇപ്പോൾ ഇവിടെ PC സ്റ്റാറ്റസ് അറ്റ് റിസ്ക് എന്നാണ് ഉള്ളത്. ഇത് മുഴുവനായി അപ്ഡേറ്റ് ആയതിനു ശേഷം ഇവിടെ ഗ്രീൻ കളറായി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അപ്ഡേറ്റ് പൂർത്തിയായിരിക്കുകയാണ്. നേരത്തെ ഇവിടെ റെഡ് കളർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ആണ് ഉള്ളത്. PC സ്റ്റാറ്റസ് പ്രൊട്ടക്റ്റഡ് എന്നിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി വൈറസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ റിമൂവ് എന്ന ഭാഗം കാണാം. റിമൂവ് ഓൾ, റിമൂവ് എന്ന ഭാഗം. അവിടെ നിന്ന് നിങ്ങൾക്ക് വൈറസ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫയലിലാണോ വൈറസ് ഉള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അറിവുകൾ പകർന്നു കൊടുക്കുക. വീണ്ടും കാണാം. ബൈ.